Hello everyone, welcome back to our channel Shuttu and Mama. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വീഡിയോ എന്താണെന്നുള്ളത് തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൽ നമ്മളൊരു ഓണം വ്ലോഗാണ്, ഓണം സ്പെഷ്യൽ വ്ലോഗാണ്. ഞാൻ 2 ദിവസത്തെയും കൂടെ ചെറുതായിട്ട് ഒരു വ്ലോഗാക്കിയിട്ട് ഇടാനാണെന്ന് വിചാരിക്കുന്നത്. എത്രമാത്രം പോസിബിൾ ആണെന്ന് അറിയില്ല. കാരണം എനിക്ക് വേറൊരു ഓണം സെലിബ്രേഷൻ കൂടി ഉണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ, ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അപ്പം അതും എല്ലാം കൂടെ ആകുമ്പം ഫുൾ ലെങ്ത് വീഡിയോ ആയി പോകും. അപ്പോൾ ഇപ്രാവശ്യത്തെ അങ്ങനെ ഒരു 2 വീഡിയോ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളെടുത്ത് ഇന്ന് ഉത്രാട ദിനത്തിൽ ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സദ്യ ഉണ്ടാക്കുന്നത്. കുറച്ച് എല്ലാ ഐറ്റംസൊന്നുമില്ല, കുറച്ച് നമ്മൾ കഴിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടെ ഉണ്ടാക്കി വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. എന്താ വെച്ചാൽ നാളെ നമുക്കിവിടെ അമ്പലത്തിൽ നല്ല അടിപൊളി ഓണസദ്യ ഉണ്ട്. അതെല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്. അപ്പം ഇപ്രാവശ്യം ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇപ്രാവശ്യം എന്നാൽ അങ്ങനെ കഴിക്കാന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അച്ഛനും അമ്മയുടെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്നാണ് നമ്മളിവിടെ സദ്യ ഉണ്ടാക്കുന്നത്. ഒന്നുമില്ല, സാമ്പാർ, പച്ചടി, അവിയൽ, കൂട്ടുകറി, നമ്മുടെ തോരൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ സദ്യ വിത്ത് പായസം. കുട്ടപ്പൻ നാളെ രാവിലെ എത്തുള്ളൂ, കുറച്ച് തിരക്കിലാണ്. അപ്പോൾ ആൾക്കും കൂടി നമ്മൾ സദ്യ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഓണം ഇവിടെയാണ്, അങ്ങ് കാര്യമായിട്ടുള്ള ഓണം ഇല്ല ഇപ്രാവശ്യം. അതുകൊണ്ട് പൂക്കളൊക്കെ ഇടുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു, ഷൂട്ടുള്ളതല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ഓണം പരിപാടി. അച്ഛൻ ഓൾറെഡി അവിടെ കട്ടിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എണീച്ച് ഷുട്ടുവിനൊന്ന് ഫ്രഷാക്കി, ഞാനും ഫ്രഷായി. ഇനിയിപ്പോൾ ഒന്ന് ചായയൊക്കെ കുടിക്കണം, നമുക്ക് പൂവിടണം. സദ്യയൊക്കെ ആയതിനു ശേഷം കുളിക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ. ബിക്കോസ് എന്തായാലും നമ്മൾ വേർത്ത് ഒരു പണിയാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും ഞാൻ എണീച്ച് വരുമ്പോഴേക്കും അമ്മയും അച്ഛനും കുറച്ച് സംഭവങ്ങളൊക്കെ മുറിച്ചിട്ട് കട്ട് ചെയ്തൊക്കെ വെക്കേണ്ട പരിപാടിയായിരുന്നു. ഫസ്റ്റ് തന്നെ അമ്മ പച്ചടീൻ്റെ കാര്യത്തിലേക്ക് കടന്നു. പിന്നെ ഓൾറെഡി അടുപ്പത്ത് എന്തായിരുന്നു, എന്തോ പരിപ്പോ അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ സാമ്പാറിന് വേണ്ട സാധനങ്ങളെല്ലാം വേറെ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അച്ഛൻ അമ്മനെ കുക്കിങ്ങിലും അതുപോലെ തന്നെ ക്ലീനിങ്ങിലും കാര്യത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ആകുമ്പോഴേക്കും ഞാൻ പോയിട്ട് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനും കഴിച്ചു, ഷുട്ടുപ്പിയും കൊടുത്തു. നമുക്കിന്ന് ദോശയും തക്കാളി കറിയായിരുന്നു. എന്നാ സാമ്പാറിൻ്റെ അല്ലേ? സാമ്പാർ അവിയലില്ലേ, പിന്നെ ഉപ്പേരി. അതുണ്ടാ? അത് ഞാനറിയില്ല. പായസം, ബട്ട. അപ്പോൾ നമ്മൾ പച്ചടീൻ്റെ സാധനമായി. നമ്മൾ സാമ്പാറിൻ്റെ സാധനം മുറിച്ചിട്ട് ഇനി അവിയൽ പിന്നെ നമ്മളെ ഉപ്പേരിൻ്റെ സാധനം മുറിച്ചിടണം. ബാക്കിയെല്ലാം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ചേനയില്ല. കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ഞാൻ ഹെയർ ഓയിലും മസാജും കാര്യങ്ങളും ഹെയർ വാഷും ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ നടുക്ക് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നാളെ ഓണമൊക്കെ ആണല്ലോ, തലയൊക്കെ കുളിച്ചൊന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. നാളെ അമ്പലത്തിൽ പോകുമ്പോഴേക്കും എന്തായാലും തലയെല്ലാം കുളിച്ച് സെറ്റാക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. സോ അങ്ങനെ ആ പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. എനിക്ക് ഹെയർ ഫോള് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഹെയർ ഗ്രോത്ത് സിറം വാങ്ങി വെച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തേക്കും, ഇടയ്ക്കിടയ്ക്ക് തേക്കില്ല. എപ്പോഴും ഞാൻ മറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾസൊക്കെ കൂടി വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇപ്പം മാസ്ക് ഒന്നും ഇടാൻ പറ്റുന്നില്ല. ഈ മഴയും തണുപ്പും കാര്യമൊക്കെ ആയതുകൊണ്ട് നല്ലപോലെ എന്താ പറയുക, നീരിറക്കവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ചു. ഇനിയിപ്പോൾ നമ്മൾ പൂവിടാൻ പോവാണ്. പൂവിട്ടതിന് ശേഷം ബാക്കി പരിപാടിയെല്ലാം നോക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ നമ്മൾ പൂവിടട്ടെ. ഞാൻ പൂവ് ഉതിർത്തിടുന്നതെല്ലാം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് സ്റ്റാൻഡിൽ ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഒരാൾ അതെടുത്ത് സ്ലോ മോഷനാക്കി വീഡിയോ എടുത്ത് ഒന്നും മനസ്സിലാവാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നീട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോ നോക്കിയപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. അവൾ ഫുള്ളായിട്ട് ഇപ്പം ക്യാമറ കാണുമ്പം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷുട്ടു ആൻഡ് മമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതിൻ്റെ ആക്ഷനാണ് നിങ്ങളീ കാണുന്നത്. അപ്പം ഞാനത് പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പൂവൊക്കെ ഉതിർത്ത് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു വേറൊരു മോഡലാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇട്ട് വന്നപ്പോൾ ആ മോഡലൊന്നും ആയില്ല പൂവ്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ കുറേ നാളായി കളമൊക്കെ വരഞ്ഞ് പൂവൊക്കെ ഇട്ടിട്ട്. ആദ്യമൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഫുള്ള് ചെയ്യുമായിരുന്നു. ഞാനും അമ്മയും കൂടി തന്നെയായിരുന്നു ഇടലുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം
കുറേ നാളായിട്ട് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ആ ഒരു ടച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒന്നുകിൽ കല്യാണം കഴിഞ്ഞ ശേഷമൊക്കെ ഞാൻ ആകെ ഒരു തവണയോ 2 തവണ അങ്ങനെ വീട്ടിൽ ഓണത്തിന് നാട്ടിലുണ്ടായിട്ടുള്ളൂ. ആൻഡ് പിന്നെ ചുട്ടുമായപ്പോഴാണ് ആദ്യത്തെ ഓണം നമ്മൾ വീട്ടിലാക്കിയത്. ആ സമയത്ത് കുഞ്ചുമായിരുന്നു ഫുള്ള് പൂവിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്ക് അങ്ങനെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് കൂടുതൽ സമയം ഇരുന്ന് അങ്ങനെ പരിപാടിയൊന്നും ചെയ്യാനൊന്നും പറ്റുമായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം മൊത്തം വെള്ളത്തിൽ തന്നെയായിരുന്നു. നമ്മൾ പോയിട്ടുകൊണ്ടിരിക്കുന്നതിന് നടുക്ക് തന്നെ ഫുള്ളായിട്ട് മഴയൊക്കെ പെയ്ത് ചുട്ടും അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ അതിലേക്ക് ഇറങ്ങാന്നുള്ള ഒരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വിധമാണ് ഞാൻ അവളും വെച്ച് പോട്ടിട്ടുണ്ടായിരുന്നത്. സംഭവമൊന്നുമല്ല, ബട്ട് നമ്മൾ ആവുന്ന വിധത്തിലിട്ടു. നമ്മൾ അധികം അങ്ങനെ പൂ വാങ്ങി പൈസ ഒന്നും കളഞ്ഞിട്ടില്ല. നമ്മളിവിടെ ഉള്ള പൂക്കളൊക്കെ തന്നെ വെച്ച് കുറച്ചിട്ടിട്ടുണ്ട്. നല്ല മഴയും. ഞാനും അച്ഛനും കൂടിയായിരുന്നു പൂടാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും കിച്ചണിൽ അമ്മേൻ്റെ ഒരുവിധ പണിയൊക്കെ റെഡിയായി വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ പോയപ്പോൾ ഉപ്പേരി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ക്യാബേജ് ഉപ്പേരി മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നേരത്തെ അമ്മ പറഞ്ഞ പോലെ സാമ്പാർ, കൂട്ടുകറി, അവിയൽ, നമ്മുടെ ഉപ്പേരി, പപ്പടം, പിന്നെ പായസം, അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസാണ്. ഫുള്ളായിട്ട് പിന്നെ നാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അമ്പലത്തിൽ സദ്യയുണ്ട്. സോ അവിടെ പോകാമെന്ന് ചോദിച്ചു. എല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ഉച്ച വരെ കഷ്ടപ്പെട്ട് അടുക്കളയിൽ തന്നെ നിൽക്കേണ്ടി വരും. എപ്പോഴും ഒരു ആഘോഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫുൾ ടൈം അടുക്കളയിലായി പോകുന്നതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ ആണ് പരിപാടി. ചുറ്റുപാട് ഞാൻ കുറച്ച് സമയം TV വെച്ച് കൊടുത്തു. ആൾ അത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡിയാവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ പിന്നെ ഞാൻ നമ്മുടെ സേമിയം പായസം വെക്കാൻ വിചാരിച്ചു ഇന്ന്. സോ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെന്നല്ല നുറുക്കിയിടുമല്ലോ സേമിയ, അതിനുള്ള പരിപാടിയിലേക്കായിരുന്നു. ഇന്ന് സേമിയ പായസം വെക്കാമെന്ന് വെച്ചു. നമുക്ക് നാളെ ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ എന്തായിരിക്കും എന്ന് അറിയില്ലല്ലോ. സോ നമ്മൾ വളരെ കുറച്ച്, കുട്ടപ്പനും നാളെ രാവിലെ മാത്രമേ എത്തുള്ളൂ. സോ വളരെ കുറച്ച് മാത്രം നമ്മൾ വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു പായസം. അപ്പോൾ അങ്ങനെ നമ്മുടെ കറികളും പരിപാടികളും ഏകദേശം സെറ്റായി. നമ്മളെ പായസത്തിന് വേണ്ടിയിട്ടുള്ള സേമിയം ഒന്ന് വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഇനിയിപ്പോൾ ഒന്ന് പോയി കുളിക്കട്ടെ. ഞാൻ കുറേ നേരമായി എണ്ണ തലയിൽ വെച്ച് നിന്നിട്ട്. ഇപ്പോൾ പോയി കുളിക്കട്ടെ. ചുട്ടു ഇവിടുന്ന് TV കാണുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കുളിച്ചിട്ട് കാണാം. ഞാനിതാ ഞാൻ പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ട് വന്നു. ഷുട്ടിന് ഓൾറെഡി രാവിലെ മേല് കഴുകിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പം വൈകുന്നേരം കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പം ഭയങ്കര ലേസി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത്. എപ്പോഴും ചെയ്യണമെന്ന് വിചാരിക്കുന്നതല്ലാതെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ മറന്നു പോകും. പോരാത്തതിന് ചുട്ടും അങ്ങോട്ടും ഇപ്പം ഭയങ്കര കുരുത്തക്കേടാണ്. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഒരു മിനിറ്റ് അവൾ നിൽക്കില്ല. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെയും കൂടെ ഓടിയിട്ട് സത്യം പറഞ്ഞാൽ ഇതിനൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ ആൾ TV കാണുന്നതായതുകൊണ്ട് ഞാൻ ഒന്ന് ചെറുതായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് ഇനിയിപ്പോൾ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. സോ നമ്മളെല്ലാം എടുത്ത് വെച്ച് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കാൻ പോവുകയാണ്. ഞാൻ ഇലയൊക്കെ വെച്ച് സെറ്റാക്കുമ്പോഴേക്കും ഇതാ ഒരാളെ ഇല കണ്ടിട്ട് വന്ന് ഇരുന്നിട്ടുണ്ട്. കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ആൾക്ക് നോൺ വെജ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങോട്ട് കഴിക്കാനൊക്കെ വലിയ പണിയാണ്. ബട്ട് സ്റ്റിൽ അവൾ ഇലയൊക്കെ കണ്ട ആ ഒരു കൗതുകത്തിൽ വന്നിരുന്നു. പിന്നെ ആൾക്ക് നല്ല ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോറ് കൊടുത്ത് ഉറക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഇരുത്തിച്ചു. ഇനി നമുക്ക് പായസം വരാനുണ്ട്, പപ്പടം വരാനുണ്ട്, ഉപ്പേരി വരാനുണ്ട്. ചുട്ടുപ്പി ഓൾറെഡിയുടെ ഇല കണ്ടപ്പോൾ തന്നെ കയറിയിരുന്നു. അപ്പം എന്തായാലും ഞാൻ എല്ലാം എടുത്തു കൊണ്ടേക്കട്ടെ. സാമ്പാർ, കൊച്ചു സാമ്പാർ ചുട്ടുക്ക് ചേച്ചു തിന്നണേ. നമുക്ക് അമ്പലത്തിൽ പോണ്ടേ നാളെ അല്ലേ? നമുക്ക് അമ്പലത്തിൽ പോണ്ടേ.
അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ഓണത്തിൻ്റെ സ്പെഷ്യൽ സംഭവങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ ഐറ്റംസ് ഒന്നും ഇല്ല, കാരണം നമ്മളെല്ലാവരും കഴിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം വെറുതെ നമ്മൾ വേസ്റ്റ് ഔട്ട് ചെയ്ത് കളയണ്ടല്ലോ, അതുകൊണ്ട് മാത്രം നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ ചുട്ടൂപ്പി ഉറങ്ങി. ഇനിയിപ്പോൾ ഞാനും കുറച്ച് സമയം കിടക്കട്ടെ എന്ന് വിചാരിച്ചു, കാരണം ചെറിയൊരു തലവേദന വരുന്ന പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു അടിപൊളി ഉറക്കെല്ലാം കഴിഞ്ഞ് എണീച്ചു. ഞാൻ ഇനിയിപ്പോൾ ചായൻ്റെ ടൈം ആയിട്ടുണ്ട്. നമ്മൾ അന്നേ വാങ്ങിക്കൊണ്ടുവച്ച് 2 പാക്കറ്റ് നൂഡിൽസ് ഉണ്ട്. 2 പാക്കറ്റില്ല, 1 2 ഉള്ള നൂഡിൽസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ചായക്ക് അത് പോട്ടെ, ഞങ്ങളെ വേറെ എടുക്കാം, നമുക്ക് ചായക്ക് നൂഡിൽസ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും ചുട്ടൂപ്പിയും കൂടിയിട്ട് നൂഡിൽസ് ആക്കാൻ പോകാൻ. നൂഡിൽസ് ആക്കാമെന്നാണ് പറയാം. അപ്പം നമ്മൾ എന്തായാലും പോയിട്ട് നൂഡിൽസ് ഉണ്ടാക്കട്ടെ. ഇന്ന് പിന്നെ നമുക്ക് ഓണത്തിന് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. അങ്ങനെ ഇതാ നമ്മൾ മാഗി റെഡി ആവുന്നുണ്ട്. ഇതൊരു ചിക്കൻ മസാല മാഗി ആയിരുന്നു, നമ്മളെപ്പോഴും വാങ്ങിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച അത്ര അങ്ങോട്ട് രുചിയൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് അതൊക്കെ കഴിഞ്ഞിതാ നമ്മൾ വിളക്കത്തിക്കലും കാര്യവും ഒക്കെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് പിന്നെ എനിക്ക് നല്ല തലവേദനയായിരുന്നു, കൂടുതലൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ ഷുട്ട് ബേബീൻ്റെ ഓണം കോടി എന്ന് പറയുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പിക്സ് പാരോ അങ്ങനെ എന്തോ ആണ് ഒരു ബ്രാൻഡിൻ്റെ പേര്. ഇവരെ കുട്ടികളുടെ ഇങ്ങനത്തെ ഉടുപ്പുകൾ ഭയങ്കര രസമാണ് കാണാൻ. ഞാൻ ഷുട്ടൂൻ്റെ നൂല് കെട്ടിന്, ഷുട്ടൂൻ്റെ ആദ്യത്തെ ഓണത്തിനെല്ലാം ഇവരുടെ ഡ്രസ്സായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആൻഡ് അടിപൊളി മെറ്റീരിയലൊക്കെയാണ്. ഇതിൻ്റെ വന്നിട്ട് ഈ കൈ കുറച്ച് ലൂസായി വെക്കുക, അപ്പോൾ അതൊന്നും എനിക്ക് ഒന്ന് തുന്നി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി എടുത്തു വെച്ചതാണ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനത്തെ കുട്ടി ഉടുപ്പുകൾ നോക്കുന്നുണ്ടെങ്കിൽ നോട്ട് ദി ബ്രാൻഡ് പിക്സ് പാരോ. ഓക്കെ, ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇന്ന് നമ്മുടെ തിരുവോണമാണ്. തിരുവോണം എനിക്ക് ഇന്നലെ ശരിക്കും പറഞ്ഞാൽ കൂടുതലൊന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല തലവേദന വന്നുകൊണ്ട് ഉത്രാടം കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. പക്ഷെ തിരുവോണം ഞാൻ ഫുള്ള് എടുക്കുന്നതായിരിക്കും. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. വേറൊന്നും കൊണ്ടല്ല, ഓണായതുകൊണ്ട് മാത്രമല്ല, സർപ്രൈസായിട്ട് ഏട്ടനും മഞ്ജുവും വന്നിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുട്ടപ്പനാണ് ഭയങ്കര സർപ്രൈസായിട്ട് അവരെ പോയിട്ട് കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ ആൾക്കാർ. അപ്പോൾ ഇന്ന് ഇപ്രാവശ്യത്തെ ഓണം അവരൊപ്പം ഉള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഓണം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ചെറിയൊരു ഗ്ലിം ഫേസ് വീഡിയോ ആണ് കുട്ടപ്പൻ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അവർ സർപ്രൈസ് ആയിട്ട് വരുന്നത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരുടെ അടുത്തും നമ്മൾ നവംബർ ഡിസംബർ ആകുമ്പോൾ വരുന്നും പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു രണ്ടാളും. സോ നമ്മൾ ഇത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതോ ഫ്രണ്ടിനെ കൂട്ടാൻ പോവാണെന്ന് പറഞ്ഞിട്ടാണ് കുട്ടപ്പൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു പ്രതീക്ഷയിൽ മാത്രമാണ് നമ്മളെല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നത്. അമ്മയും അച്ഛനും എല്ലാവരും അമ്പലത്തിൽ പോയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ ഷോക്കടിച്ച പോലെ ആയിപ്പോയി. എന്നുവെച്ചാൽ ഷുട്ടൂന് 6 മാസം ഉള്ളപ്പോഴാണ് ഫസ്റ്റ് ടൈമായിട്ട് അവൾ UK പോകുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. ഓൾമോസ്റ്റ് 2 years ആവാറായിട്ടുണ്ട്. ഏട്ടനും അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1 year കഴിഞ്ഞു. ഞാൻ പറയായിരുന്നു, എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഇങ്ങോട്ടെത്തിയപ്പോൾ. സംസാരമൊക്കെ വണ്ടിയിൽ നിന്ന് കേട്ട് എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഷുട്ടു എണീച്ച പാടന്നെ പിന്നെ അവൾ ഉറക്കാണ്ട് എണീപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആളും ഭയങ്കര, അവൾ ഡെയിലി വീഡിയോ കോളിൽ കാണുന്ന 2 ആൾക്കാരായതുകൊണ്ട് അങ്ങനത്തെ യാതൊരു പരിചയക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ അവൾ ചാടി അവരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഭയങ്കര അടിപൊളി ഓണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം നമുക്ക്. അങ്ങനെ അമ്മേനെ സർപ്രൈസ് ചെയ്യുന്ന വീഡിയോ സത്യം പറഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്ക് കിട്ടിയില്ല. വന്ന് ഇനിയിപ്പം ഈ ഒരു എന്താ പറയുക, ഇവരെ കളിയും ചിരിയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. കാരണം ഇവർക്ക് 2 ആൾക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇവളെ കാണാൻ വേണ്ടിയിട്ട്. ഇവളെ സംസാരിക്കുന്നതും വർത്താനം പറയുന്നതും നടക്കാനൊക്കെ തുടങ്ങിയിട്ട് അവളെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവർ. അപ്പോൾ എല്ലാവരും വന്ന്, അമ്മയും വന്ന് ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടിരിക്കുന്ന. അമ്മയെല്ലാം അമ്പലത്തിൽ പോയിട്ടായിരുന്നു ഉള്ളത്. അപ്പോൾ നമ്മളൊന്ന് പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി എല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാനുള്ള പരിപാടിയാണ്. എന്തായാലും പെട്ടെന്നൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അതിന് നമ്മളെല്ലാവരും പെട്ടെന്ന് തന്നെ റെഡിയായി, ഷട്ടപ്പെട്ടേന്ന് റെഡിയായി. ഞാൻ ഉച്ചയ്ക്ക് പോകാനിരുന്നതാണ് അമ്പലത്തിൽ. രാവിലെ തന്നെ അമ്പലത്തിലേക്ക് ഇറങ്ങി. ഷുട്ടു ഫോണിന് വേണ്ടി ചുമ്മാ വാശി പിടിച്ച കാര്യമാണ്. അപ്പോൾ നമ്മൾ താറ്റോട് അമ്പലത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. മൂലത്തമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ താറ്റോട് അമ്പലത്തിലേക്ക് വന്നു. അവിടെ നിന്ന് ഷുട്ടു ഫോണിന് വാശി പിടിക്കുന്നതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മളിത് അമ്പലത്തിലെത്തി. ഇതാണ് എൻ്റെ ഒരേ ഒരു സഹോദരൻ. അപ്പോൾ എന്നെ വ്ളോഗിലെടുക്കില്ലേ എന്ന് പറഞ്ഞ് ചമ്മി പോകുന്ന പോക്കാണത്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ മഞ്ജുവിൻ്റെ ആൻറ്റിയും അമ്മമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. ലച്ചു ചേച്ചി ഉണ്ടായിരുന്നു ഷുട്ടുവിന് കൂട്ടിന്. അപ്പോൾ അവരെയൊക്കെ കണ്ട് നമ്മൾ സംസാരിച്ച് നേരെ അമ്പലത്തിൽ കയറി തൊഴുത്
പെട്ടെന്ന് തന്നെ ഇറങ്ങി. അവിടെ ചായ ഉപ്മാവും ഉണ്ടായിരുന്നു, അതും കൂടെ കഴിച്ച് നമ്മൾ നേരെ വിട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ അമ്പലത്തിലെ ഇവരിട്ടിട്ടുണ്ടായിരുന്ന ഒരു പൂക്കളം എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ നേരെ വരുന്ന വഴിക്ക് ലച്ചുവും കൂടെ നമ്മളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെയും കൂട്ടി ഓൾറെഡി അവളുടെ വീട്ടിൽ അമ്മേനെ കാണാൻ വേണ്ടി പോകേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ട് അവൾ നമ്മുടെ കൂടെ വന്നു. നമ്മൾ നേരെ വീട്ടിലെത്തി. ഭയങ്കര ലേറ്റായിട്ടുണ്ടായിരുന്നു, ഒരു 10 മണിയൊക്കെ ആയി നമ്മൾ വീട്ടിലെത്തുമ്പോൾ. എന്നിട്ടാണ് നമ്മൾ പൂവിടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലച്ചു നമ്മളെ ഹെൽപ്പ് ചെയ്യായിരുന്നു. ആൻഡ് ഞാൻ വെറുതെ ഇങ്ങനെ ചുമ്മാ എന്നെ ഒന്ന് കാണിച്ചതാണ്. എൻ്റെ സ്വന്തം ബ്രാൻഡിൻ്റെ എൻ്റെ സ്വന്തം മാലയാണ്. അപ്പോൾ പിന്നെ നമ്മൾ പൂവിടാൻ വേണ്ടി തുടങ്ങി. കുറച്ച് എന്താ പറയുക, കുറച്ച് വെയിലുള്ള സമയമൊക്കെ ആയിരുന്നു ആ ടൈമിൽ. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ രാവിലെ എണീച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഇട്ട് എല്ലാ പൂക്കളെല്ലാം സെറ്റാക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ നടുക്ക് അവർ വന്ന് ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, പിന്നെ അതിൻ്റെ നടുക്ക് ഞാൻ അമ്പലത്തിൽ പോയി, അതൊക്കെ ഉള്ളതുകൊണ്ട് മര്യാദയ്ക്ക് ഒന്നും ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം എങ്ങനെയൊക്കെയോ ഞാൻ ഇട്ട് ഒപ്പിച്ചു. പിന്നെ പോരാത്തതിന് കൂട്ടത്തിൽ തലവേദനയും. അപ്പം ഞാൻ പകുതി ഇട്ട് ബാക്കി അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഓട്ടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഡ്രസ്സെല്ലാം മാറി ഇനിയിപ്പോൾ അമ്പലത്തിലേക്ക് പോകാൻ പോകുന്നതാണ്. വെള്ളം എടുക്കാം. അപ്പം എന്തായാലും നമ്മൾ അമ്പലത്തിൽ പോകുന്ന വഴി കാണാം. അമ്മൻ്റെ തൊപ്പി ഇട്ടിട്ടാ പോകുന്നത്. നമ്മൾ പൂക്കളം വളരെ ലേറ്റായിട്ട് ഇട്ട പൂക്കളം. അയ്യോ പതുക്ക. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. അപ്പം നമ്മൾ പോവാൻ പോവാണ്. ഇപ്പോൾ കുറച്ച് കുറവുണ്ട് തലവേദന, അതാ കണ്ണടയൊക്കെ വെച്ചേക്കുന്നത്. കുഞ്ചും ഏട്ടനും അവളുടെ വീട്ടിൽ പോവും സദ്യ കഴിക്കാൻ. നമ്മളിത് ഓൾറെഡി പ്ലാൻഡ് ആണല്ലോ. പിന്നെ അവർ വരുന്ന കാര്യം അറിയവും കൂടെ ചെയ്യാത്തതുകൊണ്ട് നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരങ്ങോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു. സോ വി ആർ ഗോയിങ് ടു ടെമ്പിൾ. എൻ്റെ രാവിലത്തെ സാരി. അങ്ങനെ ഒരു 12:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഷുട്ടൂന് നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ അവിടെ പോയിട്ട് കുറച്ച് സമയം അവിടെ നിന്ന് ഇങ്ങോട്ടും ഓടിക്കളിച്ച് കുറേ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് സെറ്റാവും വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ആൾ കളിച്ച അവളുടെ മൂടൊക്കെ ഒന്ന് മാറി ശരിയാവും. എല്ലാന്ന് വെച്ചാൽ ഒന്നും കഴിക്കാണ്ട് കിടന്നുറങ്ങി കളയും. അവളുടെ ആ ഒരു ഉറക്കിൻ്റെ ടൈമാണ് ആ ഒരു 12:30, 1 മണി 1:30 ആ ടൈം. അപ്പം അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. ഇവർ വരുന്നുള്ളത് പ്രതീക്ഷിക്കാത്തൊരു ഐഡിയ ആയതുകൊണ്ട് അവർ കുഞ്ചുവിൻ്റെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം നോ വറീസ്. അങ്ങനെ നമ്മൾ 4 പേര് ഇങ്ങോട്ടേക്ക് വന്നു, അവരങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ഇതാ നമ്മൾ അമ്പലത്തിൽ എത്തി. ഇതാ ഷുട്ടു എത്തി. അപ്പം തന്നെ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഇങ്ങനെ കുറേ സ്ഥലം കളിക്കാനുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇവൾക്ക് എന്നല്ല, പൊതുവേ എല്ലാ കുട്ടികൾക്കും അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പം ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, തുടങ്ങാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആൾ ഒരു വിധത്തിലും വരുന്നുണ്ടായില്ല ഷുട്ടു. അങ്ങനെ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അമ്പലത്തിലെത്തി. കാമ്പാച്ചിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ചോടി തിന്നണം. ഷുട്ടു ഗുഡ് ഗേളായിട്ട് ചോടി തിന്നും അല്ലേ. അപ്പോൾ നമ്മുടെ സദ്യയൊക്കെ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ഇതിൽ വിളമ്പുന്ന ആ ഒരു നമ്മുടെ വറുത്ത കായയും ഉപ്പേരിയും ഉണ്ടല്ലോ. അത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കെന്താണെന്നറിയില്ല. അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിച്ചു. ഞാൻ പ്രതീക്ഷയിലും കുറച്ച് വൃത്തിയിൽ ഷുട്ടു കഴിച്ചു എന്ന് പറയാം. അവൾക്ക് ഒറ്റയ്ക്ക് തന്നെ ഇലയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ മോശമില്ലാത്ത രീതിയിൽ കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ഓണസദ്യ എന്ന് പറയുന്നത്. അങ്ങനെ അതും കഴിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. കാരണം ആൾ നല്ലപോലെ ഉറക്കലിങ്ങനെ ആടി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ വീട്ടിൽ കൊണ്ടുപോയി ഉറക്കാമെന്ന് വിചാരിച്ച് നമ്മളപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടിപൊളി സദ്യയെല്ലാം കഴിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പം ഷുട്ടുവിനെ ഒന്ന് ഉറക്കണം. എനിക്കും കുറച്ച് സമയം ഉറങ്ങണം. അവൾ 5:45 ആ ടൈമിലാകുമ്പോഴേക്ക് തന്നെ ഷുട്ടുവിൻ്റെ ഉറക്കം എണീച്ച് നിന്ന്. അപ്പം എന്തായാലും നമ്മൾ ഡ്രസ്സെല്ലാം മാറിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ശേഷം നമുക്ക് വൈകുന്നേരം കാണാം. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷായില്ല, ഡ്രസ്സൊക്കെ ഒന്ന് മാറി. ഏട്ടനും കുഞ്ചും എത്തിയിട്ടില്ല. ഇപ്പം എന്തായാലും നമുക്ക് വൈകുന്നേരത്തെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് കാണാം. കാരണം ഭയങ്കര ടയേർഡാണ്. എനിക്ക് കുറച്ച് തലവേദന കുറവുണ്ട്, പക്ഷെ നല്ല ടയേർഡാണ്. അപ്പം എന്തായാലും ഞാൻ ഷുട്ടൂനൊക്കെ ഉറക്കി എണീച്ചതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ. നല്ലോണം നല്ലപോലെ പഴുത്തിട്ടുള്ള പഴം ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഈ പഴം അങ്ങ് പൊരിച്ചാളയാന്നുള്ളത്. പിന്നെ അമ്മ ഓൾറെഡി നമുക്ക് നമ്മുടെ കൽത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ചെറുതായിട്ട് പഴംപൊരി ആക്കാമെന്ന് വിചാരിച്ചു. നല്ലപോലെ പഴുത്തിട്ടുണ്ടായിരുന്നു സാധനം. അതാ ഇങ്ങനെ കുഞ്ഞിയായിട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ പഴംപൊരിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല.
മമ്മയും മോളും പിന്നെ ഷുട്ടു പിന്നെ അവൾ വന്നതിന് ശേഷം പിന്നാന്ന് മാറിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈവനിങ് ആയപ്പോൾ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മളെ ഏട്ടനും ഏച്ചിയും മോനും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും കൂടി നമ്മളെ കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. നല്ല അടിപൊളി സൂപ്പർ ഒരു ദിവസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ കുറച്ച് നേരം സംസാരമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ അവർ പോവുമായി. അത് ഷുട്ടൂന് വേണ്ടിയിട്ട് മഞ്ജു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു ഹെയർ ബാൻഡ് അതും എടുത്തിട്ട് നടക്കലായിരുന്നു. പിന്നെ മമ്മിയും മോളും കൂടെ മുറ്റത്ത് ഇറങ്ങിയിട്ട് ഒരേ കളിയാണ്. ആൾക്ക് ഇങ്ങനെ കളിക്കാൻ ആളെ കിട്ടിയാൽ ഭയങ്കര ഹാപ്പിയാണ് ഷുട്ടു. ആളുടെ കൂടെ തന്നെ ഇങ്ങനെ കളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഇവർ രണ്ടാളും വളരെ കണക്കാണ് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭയങ്കര ഓട്ടവും കളിക്കും, പിന്നെ രണ്ടാളും ഫിഷിൻ്റെ അടുത്തുള്ള കളിയും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പതുക്കെ ഇതാ മാമനും വന്നിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും കൂടി ഈവനിങ് നല്ല ഫണ്ണാക്കി അടിപൊളിയാക്കി. പുതിയ ഷൂ അമ്മ കൊണ്ടുതന്ന പുതിയ ഷൂ എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇട്ടിട്ട് പിടിച്ചു പോന്നു. അപ്പോൾ ഇവർ വരുന്ന അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഈവനിങ് നൈറ്റിലേക്ക് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചപ്പാത്തി വറുത്താൻ നിന്നു, കുഞ്ചു വന്നിട്ട് ചൂടാൻ നിന്നു, അമ്മ അതിൻ്റെ ഇടയ്ക്ക് കറിയാക്കി. അങ്ങനെ നമ്മൾ മൂന്നേരം കൂടിയിട്ട് കിച്ചണിൽ കുക്കിങ്ങിലായിരുന്നു. നമ്മൾ നല്ല അടിപൊളി ചപ്പാത്തിയും എഗ് കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ പറഞ്ഞ പോലെ രാവിലെ നമ്മൾ വേറൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു ഈവനിങ്ങിലത്തെ നമ്മുടെ ഒരു ഡിന്നർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ കഥകളും പറഞ്ഞ് ഡിന്നർ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ചപ്പാത്തിയും മുട്ടക്കറിയും ഒക്കെ റെഡിയാണ്. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കേ വേണ്ടുള്ളൂ. കുറേ നാളിന് ശേഷമാണ് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത്. അതിൻ്റെ അകത്ത് ന്യൂ മെമ്പറായിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചുട്ടും കൂടിയുണ്ട്. ഇവർ പോകുന്ന സമയത്ത് ചുട്ടും അങ്ങനെ ഫുഡൊന്നും കഴിക്കാനുള്ള ടൈമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തോ എല്ലാവരും ഉള്ളതുകൊണ്ട് വളരെ നല്ല കുട്ടിയായിട്ട് അനങ്ങാടി ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഇപ്പോഴത്തെ ഓളെ ഹോബി എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ കളിക്കുക എന്നുള്ളതാണ്. എന്താ മാമനും അമ്മമ്മയും എല്ലാവരും ഉണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ട് അവളിങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഫുൾ ടൈം. അപ്പോൾ അത്രയൊക്കെയായിരുന്നു നമ്മുടെ ഓണം ദിവസത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഏട്ടനും കുഞ്ചും എല്ലാവരും വന്നുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി. ചുട്ടിപ്പോഴും മേലെ തന്നെയുള്ളത്, ആളിങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടില്ലേ, അവരെ പിന്നാലെ തന്നെയല്ലേ. അപ്പോൾ അത്രയൊക്കെയായിരുന്നു നമ്മുടെ ഓണം വിശേഷങ്ങൾ. ബാക്കി ഇനിയിപ്പോൾ നാളെ എനിക്ക് ബാക്കി ഓണം സെലിബ്രേഷൻ ഉണ്ട് വിത്ത് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ അത് ഞാൻ വേറെ തന്നെ ഒരു വ്ളോഗായിട്ട് ചെയ്യാം നാളത്തെ ഒരു ദിവസത്തത്. എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ലെങ്ത്തും അതുപോലെ തന്നെ ബോറിങ്ങും ആയി പോവും. അപ്പോൾ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.